അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്ന് ഞാനൊരു ചിക്കൻ ഡിഷാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി, നല്ല കളർഫുൾ ആയിട്ടുള്ള ബീറ്റ്റൂട്ട് ചിക്കനാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പം ബീറ്റ്റൂട്ട് ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഡൗട്ട് അടിക്കും, അയ്യോ ഇത് ബീറ്റ്റൂട്ട് അല്ലേ, ടേസ്റ്റ് ഉണ്ടാകുമോ, റോ ടേസ്റ്റ് ആയിരിക്കൂലേ എന്നൊന്നുമല്ല. ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഈ ഒരു കറിയിൽ ഉണ്ടാവില്ല. കറിയിൽ നിന്ന് മാത്രമല്ല, ബീട്രൂട്ട് കൊണ്ട് വെച്ചുണ്ടാക്കുന്ന എന്ത് തന്നെ ആയാലും അതിന് ആ ബീട്രൂട്ടിൻ്റെ റോ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കിയപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമോ എന്നുള്ളത്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് പൊതുവേ ആർക്കും അത്ര ഹെൽത്തി ആണെങ്കിലും ഇഷ്ടമല്ലാത്ത ഒന്നാണ്. പക്ഷേ ബീട്രൂട്ടിൻ്റെ റോ ടേസ്റ്റ് എന്തായാലും ഈ ഒരു കറിയിലും ഉണ്ടാവില്ല. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പൊതിപ്പൊറോട്ട. അപ്പം ഇന്ന് ബീട്രൂട്ട് ചിക്കൻ ആക്കിയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബീഫിന് പകരം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, പൊതിപ്പൊറോട്ട തന്നെ ആക്കാമെന്ന്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പം ഈ വലിപ്പത്തിലുള്ള 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സവാള നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 3-4 പച്ചമുളക് എടുക്കാം, ഒരു തക്കാളി വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് എന്താ, നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനിപ്പം ഒരു ചെറിയൊരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബീട്രൂട്ടും ഒരു പച്ചമുളകും തക്കാളിയും നമ്മൾ മിക്സിയിലിട്ട് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ഒരു കൂട്ടെന്ന് പറയുന്നത്. അപ്പം അതിനു മുമ്പേ ഞാനിപ്പം ചിക്കൻ ഒന്ന് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ശേഷം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വേവിക്കാനായി വെക്കാം. നമ്മളിവിടെ പൊതുവെ ചിക്കൻ കറി വെക്കുമ്പോൾ അധിക കറികളിലും ഇങ്ങനെ തന്നെയാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടാണ് ഒരു കറി ഉണ്ടാക്കാറ്. അതാവുമ്പോൾ ചിക്കൻ വെന്തില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ അങ്ങ് ഒഴിവാക്കാമല്ലോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ ഗ്രേവിയിലേക്ക് ഇടുന്നത്. ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഈ ചിക്കനും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ടിൻ്റെ ഒരു പേസ്റ്റ് ആണെന്ന്. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഒരു പച്ചമുളക്, ഒരു തക്കാളി, അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് ഒരു പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. തക്കാളിയിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളം തന്നെ നന്നായി ഒന്ന് അങ്ങ് അരഞ്ഞ് വന്നോളും. ബീട്രൂട്ട് ഞാനിപ്പം ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കാൻ പോകുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞു കിട്ടും. ഇനി അരഞ്ഞു വന്ന ഈ ഒരു പേസ്റ്റിലേക്ക് നമുക്കൊരു 5-10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഒന്നങ്ങ് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഓയിലിപ്പം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഇതിലേക്ക് എടുക്കണമെന്നില്ല, കാരണം നമ്മുടെ ഓയിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഇട്ടിട്ട് കുറച്ചായി സവാള ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, തലശ്ശേരി ബിരിയാണിക്കൊക്കെ ബിസ്സ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെയുള്ള അത്രയും ഫ്രൈ ആയിട്ടാണ് വേണ്ടത്. അപ്പം ചെറുതായി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്നും അങ്ങ് കോരി മാറ്റണം. പിന്നെ ഇത് പുറത്തിരുന്നു കൊണ്ട് തന്നെ ഒന്ന് ഡാർക്കായി ഒന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പം ഞാനിപ്പം ഒരു ബാച്ച് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ബിരിയാണി ഇലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒണിയൻ ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് അങ്ങ് കറുത്ത് പോയിട്ടില്ല. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇങ്ങെടുത്ത് പുറത്തേക്ക് വെക്കണം. ഇതിപ്പം നല്ലൊരു ക്രഞ്ചി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പേപ്പറിലൊന്നും വെക്കണ്ട, ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വെച്ചാലും മതി. ഇനി ഇതേ ഓയിലിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം കുറച്ച് ഓയിലേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ചായി ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ചിക്കൻ എന്തായാലും ഇതിലിപ്പം കളറുണ്ട്, മുളക് പൊടിയുടെയൊക്കെ ആ കളറുണ്ടല്ലോ. അപ്പോൾ അത് എണ്ണയിലേക്ക് വന്നിട്ട് എണ്ണ വെറുതെ വേസ്റ്റ് ആവണ്ട. അതുകൊണ്ട് കുറച്ച് ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈയും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാലും മതി. വെന്ത് വന്ന ചിക്കൻ ആണല്ലോ, അപ്പം പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ഒരു ബാച്ച് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ടിട്ട് മൊത്തം ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പം ഒണിയനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, ഇതിപ്പം ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ ഉള്ള വെള്ളമാണ്. ഇതൊരു 1-2 ഗ്ലാസ്സോളം ഉണ്ടാവും. അപ്പോൾ ഇത് കളയണ്ട. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്രേവി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ആ ഗ്രേവിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഞാനിപ്പോൾ എടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെയാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഒന്നങ്ങ് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിപ്പം 1 ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പച്ചമുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. എണ്ണയിൽ കിടന്നിട്ട് ഈ തക്കാളിയുടെയും ബീട്രൂട്ടിൻ്റെയും ആ ഒരു പച്ച മണമൊക്കെ ഒന്നങ്ങ് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിത് നന്നായി ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തീ വളരെ ലോ ആക്കി വെക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതിലേക്കൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ആ ഒരു പൊടികളുടെയും ആ ഒരു പച്ചമണമൊക്കെ മാറണം. അതുപോലെ ഈ ഒരു കൂട്ടിലേക്ക് പൊടികളാന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിപ്പം ചേർത്ത വെള്ളവും അതുപോലെ തക്കാളിയും ബീട്രൂട്ടും ഒക്കെ കൂടിയുള്ള ആ മിക്സൊക്കെ നന്നായി ഒന്നങ്ങ് പിടിച്ചു കിട്ടണം. അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം, ഒന്ന് മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പം ഈ ഒരു മിക്സിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപ്പ് ചേർക്കാത്തത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ്. അതിൽ ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇതിപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഒന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മൂടി തുറന്നു. നന്നായി ഇത് തിളച്ച് വരുന്നുണ്ട്. കുറച്ചൊരു തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇതിലേക്കൊരു ബിരിയാണി ഇല ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിനാണ്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഉള്ളവർ ഇത് ഇട്ടോളൂ കേട്ടോ എല്ലാ കറികളിലും. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. ഇപ്പം ചിക്കൻ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പം പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് തന്നെ ചിക്കൻ ഒന്ന് നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയും ചിക്കനും ഒക്കെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ചിക്കനിലേക്ക് നമ്മുടെ ആ ഗ്രേവിയും ആ കളറും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ. ഇപ്പം ചെറിയ നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചിക്കനും നന്നായി കുക്കായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വെന്ത് കിട്ടാനായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇപ്പം നന്നായി തിളച്ച് കുക്കായി വന്നിട്ടുള്ള ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയൻ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 2 വലിയ സവാളയാണ് ഫ്രൈ ചെയ്തത്. അത് മുഴുവനായും ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് ആ ഗ്രേവിയിൽ മിക്സാക്കി എടുക്കാം. മിക്സാക്കിയ ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. കാരണം ചേർത്തിട്ടുള്ള ആ ഒരു സവാളയൊക്കെ ഈ ഒരു ഗ്രേവിയിൽ പിടിച്ചു കിട്ടണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പം കണ്ടോ, നമ്മൾ ഒഴിച്ച ആ നെയ്യൊക്കെ മുകളിൽ നന്നായി തെളിഞ്ഞ് കാണുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കറിയിൽ ബീട്രൂട്ടിൻ്റെയും ഫ്രൈ ചെയ്ത ഓണിയൻ്റെയും അളവ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി സൂപ്പർ ആയിട്ടുള്ള കറിയാണിത്. അപ്പം ഞാനിപ്പോൾ എടുത്ത അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കിലോ ചിക്കന് 2 വലിയ സവാള ഫ്രൈ ചെയ്യാം. അതുപോലെ 1/2 മുതൽ 1/4 ടീക്കപ്പ് ബീട്രൂട്ടും എടുക്കാം. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. അതുപോലെ ഈ ഒരു കറിയിൽ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അത് തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്.
അപ്പം എല്ലാവരും ആ ഒരു കാര്യം ഓർമ്മിക്കണം. കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ഇതിന് മുകളിൽ ഇപ്പോൾ ഒന്ന് വിതറി കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയും പിഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ബീട്രൂട്ട് ചിക്കൻ്റെ കൂടെ ഞാനിന്ന് ഇവിടെ ഡിന്നറിന് ഉണ്ടാക്കിയത് നല്ല കേരള സ്റ്റൈൽ മൈദ പൊറോട്ട തന്നെയാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് ചിക്കൻ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈവൻ ഗീ റൈസിനോടൊപ്പം സാദാ ചോറിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ബീട്രൂട്ട് ചിക്കൻ്റെ കൂടെ പൊറോട്ടയാണല്ലോ കഴിക്കുന്നത്, അപ്പോൾ ഒരു പൊതി പൊറോട്ടയാക്കിയാലോ. ഒരു വാഴയില നന്നായി വാട്ടിയെടുത്തിട്ട് അതിലേക്ക് 2-3 പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ബീട്രൂട്ട് ചിക്കൻ്റെ ഗ്രേവി, കുറച്ച് കറിയും ചിക്കനും ഒക്കെ കൂടി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ വേറൊരു പൊറോട്ട വെച്ച് കവർ ചെയ്യാം. എന്നിട്ട് ഈ വാഴയില നമുക്ക് എന്ത് ചെയ്യാം, നന്നായി 4 ഭാഗത്തു നിന്നും മടക്കിയിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. അങ്ങനെ നമ്മുടെ പൊതി പൊറോട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു സ്റ്റൈലാണ്. ഞാൻ കണ്ടത് ബീഫ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പൊതി പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഡിന്നർ കഴിക്കാനുള്ള സമയമായി, എന്തായാലും 8:30 അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലും ഫ്ലേവറും കിട്ടുന്നുണ്ട്. ഇനി ഞാനൊന്നൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്. പൊറോട്ട നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് പൊറോട്ടയിൽ. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ചിക്കനും പൊറോട്ട എടുത്തിട്ടുണ്ട്. ഒന്നിത് കഴിച്ചു നോക്കട്ടെ. ഒന്നും പറയാനില്ല, അടിപൊളി പൊറോട്ട. എങ്ങനെ തിന്നണം. അപ്പം നല്ല ടേസ്റ്റി ബീട്രൂട്ട് ചിക്കൻ വിത്ത് കേരള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. താങ്ക്